ഡൊണാൾഡ് ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന ലോകത്തിലെ വലിയ ചർച്ചയാണ്. ഒറ്റ നോട്ടത്തിൽ ബില്ല് ബിഗ് തന്നെയാണ്. എന്നാൽ അത് എത്രമാത്രം ബ്യൂട്ടിഫുൾ ആണ് എന്നതാണ് പ്രധാനം. ഏകദേശം 48 മണിക്കൂർ നീണ്ടുനിന്ന വായനയ്ക്കും ചർച്ചകൾക്കും ഭേദഗതിക്കും ഒടുവിലാണ് ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് ജനപ്രതിനിധി സഭയിൽ പാസ്സായത്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള സഭയിൽ 218-ൽ 214 എന്ന നിലയിലാണ് വോട്ട് ലഭിച്ചത്. ബില്ല് ഇന്ന് ട്രംപ് ഒപ്പുവയ്ക്കും. അമേരിക്കൻ ഫസ്റ്റ് നയം മുറുകെ പിടിക്കുന്ന വ്യക്തിഗത ബിസിനസ് നികുതി ഇളവുകളും ചെലവുകളും കൂടിച്ചേർന്ന ബില്ല് സമ്പന്നരെ ആകർഷിക്കുന്നതാണ്. $4.5 ട്രില്യൺ നികുതി ഇളവുകളും ചെലവ് ചുരുക്കലും മുന്നോട്ട് വയ്ക്കുന്ന ബില്ല് ട്രംപിന്റെ രണ്ടാം ഭരണകാലത്തെ സുപ്രധാന നിർദ്ദേശങ്ങളിലൊന്നാണ്. കുടിയേറ്റ നിയന്ത്രണം ശക്തമാക്കാനുള്ള ട്രംപിന്റെ നടപടികൾക്ക് ബില്ല് ശക്തി പകരും. മാത്രമല്ല 2017-ൽ ട്രംപ് നടത്തിയ നികുതി ഇളവുകളും തുടരാനും തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഉറപ്പു നൽകിയ നികുതി ഇളവുകൾ നടപ്പാക്കാനും സാധിക്കും. ബില്ല് പാസ്സായതിന് പിന്നാലെ ചരിത്രപരമായ നേട്ടമെന്നാണ് ട്രംപ് എക്സിൽ കുറിച്ചത്. ഇതുവരെ ഒപ്പുവച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബില്ല്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ? പരിശോധിക്കാം. നികുതി ഇളവുകൾ സ്ഥിരമാക്കുകയാണ് ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത്. കൂടാതെ പ്രതിരോധം, അതിർത്തി സുരക്ഷ, ഊർജ്ജം എന്നിവയ്ക്കുള്ള ചെലവ് വർദ്ധിപ്പിക്കുകയും സാമൂഹിക സുരക്ഷാ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കാനും ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട്. 2017-ലെ ട്രംപിന്റെ കാലത്തെ നികുതി ഇളവുകൾ 2025 അവസാനത്തോടെ കാലഹരണപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് സ്ഥിരമാക്കാനാണ് ബില്ലിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഈ നികുതി ഇളവുകൾക്ക് പുറമെ അതിർത്തി സുരക്ഷ, സൈന്യം, ഊർജ്ജ പദ്ധതികൾ എന്നിവയ്ക്കുള്ള ധനസഹായവും ഗണ്യമായി വർദ്ധിപ്പിക്കും. $350 ബില്യൺ അതിർത്തി ദേശീയ സുരക്ഷാ പദ്ധതിയാണ് ബില്ലിലെ ഏറ്റവും പ്രധാന നിർദ്ദേശങ്ങളിലൊന്ന്. US മെക്സിക്കോ അതിർത്തിയിലെ മതിൽ വിപുലീകരിക്കുന്നതിന് $46 ബില്യൺ ബില്ലിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. കൂടാതെ 1 ലക്ഷം കുടിയേറ്റ തടങ്കൽ കിടക്കകൾക്കായി $45 ബില്യൺ, 10,000 പുതിയ ICE ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിന് $10,000, സൈനിങ് ബോണസ് എന്നിവയും ബില്ലിൽ നിർദ്ദേശിക്കുന്നുണ്ട്. ബില്ലിലെ കൂടുതൽ നിർദ്ദേശങ്ങൾ ഇവയെല്ലാമാണ്: $17,800 കോടി കുടിയേറ്റ നിയന്ത്രണത്തിനുള്ള ചെലവ്, ഹരിത ഇന്ധനങ്ങൾക്കുള്ള സബ്സിഡി കുറയ്ക്കൽ ഇവയൊക്കെ ബില്ലിന്റെ പരിധിയിൽ വരുന്നുണ്ട്. പ്രതിരോധ അതിർത്തി സുരക്ഷാ ചെലവിന്റെ പരിധി $15,300 കോടി ഉയർത്തുമ്പോൾ വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ ചെലവ് വെട്ടിക്കുറയ്ക്കുന്നു. അമേരിക്കയിൽ വളരെ ജനപ്രീതിയുള്ള ആരോഗ്യ പോഷകാഹാര പദ്ധതികൾക്കുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കും. ഫോസിൽ ഇന്ധനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതേസമയം തന്നെ ഇലക്ട്രിക് വാഹനം, ക്ലീൻ എനർജി എന്നിവയുടെ സബ്സിഡി നിലനിർത്തുന്നതിനും ബില്ലിൽ നീക്കമുണ്ട്. 2017-ൽ ട്രംപ് തുടങ്ങിയ പല നികുതി ഇളവുകളുടെയും കാലാവധി ഈ വർഷം അവസാനിക്കുന്നത് നീട്ടിക്കൊടുക്കുന്നതിനുള്ള നടപടി കൂടിയാണ് ഇത്. നിലവിൽ 36 ലക്ഷം കോടിയുടെ കടക്കണിയിൽ നീങ്ങുന്ന US സർക്കാരിന്റെ ചെലവ് ചുരുക്കലിനും കടം കുറച്ചു കൊണ്ടുവരുന്നതിനുമുള്ള പരിഷ്കരണങ്ങളാണ് ബിൽ ലക്ഷ്യം വെക്കുന്നത് എങ്കിലും ഫലത്തിൽ കടം അടുത്ത 10 വർഷത്തിനകം $3.3 ലക്ഷം കോടി കൂടി ഉയരുമെന്ന് US ബജറ്റ് ഓഫീസ് കണക്കുകൂട്ടുന്നുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ നികുതി ഇളവ്, സുരക്ഷയെ സംബന്ധിച്ചും ഏറ്റവും മികച്ചത്, ദക്ഷിണ അതിർത്തിക്കും മികച്ചത് നമ്മളെല്ലാം ഉൾക്കൊള്ളിച്ചുവെന്നും ഇത് ഇത്തരത്തിലുള്ളതിൽ ഒപ്പുവെച്ച ഏറ്റവും വലിയ ബില്ലാണ് എന്നുമാണ് ട്രംപ് പോസ്റ്റിൽ പറഞ്ഞത്. എന്നാൽ അതേസമയം ബില്ലിനെതിരെ കടുത്ത എതിർപ്പാണ് തുടക്കം മുതൽ തന്നെ ഉയർന്നു വന്നിരുന്നത്. പ്രതിപക്ഷ പാർട്ടിയായ ഡെമോക്രാറ്റുകളിൽ നിന്ന് മാത്രമല്ല, റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും ബില്ലിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. നേരത്തെ സെനറ്റിൽ 3 റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. കരോലിനയിൽ നിന്നുള്ള സെനറ്റർ ടോം തെലീസ്, മെയിനിൽ നിന്നുള്ള സൂസൻ കോളിൻസ്, കെൻഡക്കിയിൽ നിന്നുള്ള റാൻഡ് പോൾ എന്നിവരാണ് ക്രോസ് വോട്ട് ചെയ്തത്. ആരോഗ്യ സംരക്ഷണ, ഭക്ഷ്യ സഹായ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുന്നതിനെതിരെയാണ് നേതാക്കൾ എതിർപ്പുയർത്തിയത്.